ചാർട്ടേഡ് അക്കൗണ്ടിന് ശരിക്കും ലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ കഥയും അറിയാം. അയാളെന്താ ബിസിനസ് തുടങ്ങാത്തത്? പുതിയ രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഏത് പ്രൊഡക്റ്റും പുതിയ രീതിയിൽ പഴയ വീഞ്ഞ് പുതിയ തോൽക്കടത്തിൽ എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. എന്തുകൊണ്ടാണ് ഇൻഫോസിസ് ഇത്രയും ഗ്രേറ്റ് ആയിട്ട് ഇപ്പം ഇന്ത്യയിൽ വളർന്നത്? ലോകത്തിൽ പലയിടത്തും അതിൽ തുടങ്ങിയിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിയാണ്. അതിൽ നമ്മുടെ കേരളത്തിലുള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ, നാരായണമൂർത്തി, ഇവരുടെയൊക്കെ എബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് കുറേ കാലം വർക്ക് ചെയ്ത് കുറേ വ്യത്യസ്ത ഫീൽഡുകളിലുള്ള അറിവുകളൊക്കെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ടാണ്. ബിസിനസ് എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് അല്ല. അപ്പൊ എനിക്ക് കാശ് ഉണ്ടാക്കാൻ അറിവുണ്ടായാലേ ബിസിനസ് തുടങ്ങും. നിങ്ങൾ യു റീച്ച് ദ പീക്ക് ഓഫ് സം ബിസിനസ്, യു ഷുഡ് ട്രൈ ഡൈവേർഷൻസ്. അതേ ബിസിനസ്സിൽ കുറെ കാലം നിലനിൽക്കാൻ പറ്റും. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നന്നാക്കുന്നതും മോശമാക്കുന്നതും അവിടുത്തെ ആൾക്കാർ ഇൻവോൾവ്മെന്റ് ആണ്. നമ്മോടൊപ്പം ഇന്നുള്ളത് ഡോക്ടർ TPS ആൻഡ് ഡെന്നി സാന്റമോണിക്ക. ദിസ് വീഡിയോ ഇസ് പവേർഡ് ബൈ മെഡിമിക്സ്. ചെറിയൊരു ഓൺടർപ്രണർ മൈൻഡ് സെറ്റ് ഇപ്പൊ എല്ലാവരും ഡിസ്കസ് ചെയ്യുന്ന ഒരു ടോപ്പിക്കാണ്. അത് നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണോ? ഇപ്പൊ പറഞ്ഞതില് നല്ലൊരു ബിസിനസ്സുകാരനോ ഓണ്ടർപ്രണർ ആയിട്ട് അവസാനം നല്ലൊരു കോർപ്പറേറ്റ് ആവുന്ന സമയത്ത് അയാൾ ചാർട്ടേഡ് അക്കൗണ്ടന്റിനെ ജോലിക്ക് നിർത്തും. ചാർട്ടേഡ് അക്കൗണ്ടിന് ശരിക്കും ലാഭം ഉണ്ടാക്കാനുള്ള എല്ലാ കഥയും അറിയാം. അയാളെന്താ ബിസിനസ് തുടങ്ങാത്തത്? ബിസിനസ് തുടങ്ങാനുള്ള കഴിവ് വേറെ, അതിന്റെ അക്കൗണ്ട്സ് കണ്ടുപിടിച്ചിട്ട് ഇങ്ങനെയൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് അറിയുന്ന അറിവ് പറയും. ഇത് രണ്ടും വ്യത്യസ്തമായിട്ടുള്ള. സാധാരണ നമ്മൾ ഈ 4 ക്വാഡ്രൻസ് എന്നാണ് പറയാം. എനിക്ക് സ്വന്തമായിട്ട് ചെയ്യാൻ പറ്റുന്ന പണി, എൻ്റെ സ്കിൽ എനിക്ക് അറിയാതിരിക്കും. എനിക്ക് പശുവിനെ നോക്കാൻ അറിയാം. ഞാൻ ഒരു പശുവിനെ കറന്നു കൊടുത്ത് വേറെ ആരുടെയെങ്കിലും കീഴിൽ ജോലി ചെയ്തിട്ട് കുറച്ചു കാലം ജീവിക്കുന്നു. അങ്ങനെയാണല്ലോ എൻ്റെ സ്കില്ല് ഡെവലപ്പ് ചെയ്യുക. അത് വീട്ടിലാവാം, അല്ലെങ്കിൽ ആരുടെയെങ്കിലും പശുവിനെ കറന്നു കൊടുത്തിട്ട് അത് കൊണ്ടു കൊടുത്തിട്ട് വിൽക്കാനോ തപ്പാടി തുടങ്ങും. അത് എൻ്റെ എംപ്ലോയബിലിറ്റിയാണ്. അപ്പോൾ ആദ്യം വേണ്ടത് എനിക്കൊരു എംപ്ലോയബിലിറ്റി സ്കിൽ ഉണ്ടാവണം, ഒരു സ്കിൽ എനിക്ക് ഉണ്ടാവണം. അത് കഴിയുമ്പോഴാണ് എനിക്ക് തോന്നുക ഇതെനിക്ക് തന്നെ കുറച്ചും കൂടി പശുവിനൊക്കെ മേടിച്ചിട്ട് തുടങ്ങിയാൽ തോന്നും. അങ്ങനെ ഞാൻ കുറേ പശുക്കളൊക്കെ മേടിച്ചിട്ട് ഞാൻ ഒരു ചെറിയൊരു ഫാം തുടങ്ങുന്നതെന്ന് വിചാരിക്കും. അപ്പം ഞാൻ ചെറിയൊരു ഓണ്ടർപ്രണറായി. അതാണല്ലോ അടുത്ത ലെവല്. അപ്പൊ എംപ്ലോയബിൾ ആയിട്ടുള്ള ഒരു വ്യക്തിക്ക് ഓണ്ടർപ്രണർ ആവണം എപ്പോ? അയാളുടെ സ്കില്ല് ഉപയോഗിക്കാൻ പറ്റുന്ന സ്ഥലം. അതാണ് ആദ്യം തുടക്കം. ആ തുടക്കം കഴിഞ്ഞിട്ട് അയാള് സെക്കൻഡ് ക്വാർട്ടറിന്റെ എത്തിയപ്പോ അവിടെ നിന്ന് ആ ഒരാള് കുറച്ചും കൂടി എക്സ്പാൻഡ് ചെയ്യുന്ന സമയത്ത് ഈ മിൽക്ക് എന്ത് ചെയ്യാൻ പറ്റും എനിക്ക്, അതിൽ നിന്ന് കുറെ ബൈ പ്രോഡക്ട്സ് ഉണ്ടാക്കാം. അപ്പൊ കുറച്ചും കൂടി ഫാക്ടറികൾ തുടങ്ങാം. അപ്പൊ വെണ്ണ ഉണ്ടാക്കുന്നത് തുടങ്ങാം, പാൽ പാക്കറ്റാക്കിയിട്ട് മാറ്റാം. അപ്പൊ എനിക്ക് കുറെ ബ്രാഞ്ച് കമ്പനികൾ തുടങ്ങണം. അങ്ങനെ തുടങ്ങുന്ന സമയത്ത് ഞാൻ ഒരു കോർപ്പറേറ്റ് ആയി മാറും. ഈ കോർപ്പറേറ്റുകളൊക്കെ പറയുന്ന ഈ വലിയ കോർപ്പറേറ്റുകളൊക്കെ കഴിഞ്ഞാൽ തീർന്നു. ഇപ്പൊ അംബാനി ഓരോ കമ്പനിയുടെയും ഡേ ടു ഡേ അഫെയർ നോക്കുന്ന ആളാണോ? അല്ല. അയാൾ ആകെ ചെയ്യുന്നത് അടുത്ത ക്വാർട്ടറിലേക്ക് ചാടുമായിരുന്നു. അയാൾ കാശ് മാത്രം വെച്ച് കൊടുക്കുന്നതാണ്. ഓരോ കമ്പനിക്കും ഇത്ര കാശ് കൊടുക്കും. അപ്പൊ അയാൾ ഒരു ഇൻവെസ്റ്ററാണ്. അപ്പൊ ഏറ്റവും നല്ല ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത് കാശ് മാത്രം വെച്ച് കളിക്കുന്ന ആളെയാണ്. ഒരു പ്രോഡക്റ്റോ അല്ലെങ്കിൽ ഒരു മെറ്റീരിയലോ. അപ്പൊ ഈ നമ്മൾ സാധാരണ പറയാനുള്ളത് 5 എമ്മുകളാണ്. ഒന്ന് മാൻ. അപ്പൊ ആദ്യം ഒരു ലേബറായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ എനിക്ക് മാൻ വേണം. പിന്നെ കുറച്ച് മിഷനും മെറ്റീരിയലും അത് കഴിഞ്ഞ് ഒക്കെ പഠിക്കണം. ഏറ്റവും അത്യാവശ്യമായിട്ട് ഏത് ബിസിനസ്സിനും വേണ്ടത് മാർക്കറ്റ് കണ്ടുപിടിക്കാനുള്ളതാണ്. ഞാനൊരു ബിസിനസ് പ്രൊഫസർ ആയതുകൊണ്ട് ഇതാണ് നമ്മൾ പഠിപ്പിക്കാൻ സാധാരണ. അപ്പൊ ഇതിനറിയേണ്ടത് നമ്മൾ ഏത് ബിഹേവിയറൽ പാറ്റേണിൽ ആർക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ അറിഞ്ഞ് ബിസിനസ് ചെയ്യുന്ന ഒരാൾക്ക് സക്സസ്ഫുൾ ആവാൻ പറ്റുള്ളൂ. പിന്നെ എപ്പോഴും അത്യാവശ്യമായിട്ട് വേണ്ടത് ഇതിന് പറ്റിയ ഒരാളെ കണ്ടുപിടിക്കാനുള്ളതാണ്. മിക്കവാറും ഇൻസ്റ്റിറ്റ്യൂഷൻസ് പൊളിയാൻ കാരണം, അല്ലെങ്കിൽ ഏത് ഓണ്ടർപ്രണർഷിപ്പും അല്ലെങ്കിൽ ഏത് തരത്തിലുള്ള ബിസിനസ്സും പൊളിയാൻ കാരണം പറ്റിയ ആൾ അവിടെ ഇരുത്താത്തതുകൊണ്ടാണ്. ഇഷ്ടംപോലെ ആൾക്കാരുണ്ട് അതിൽ ഫേക്ക് ആയിട്ട് വരുന്ന എനിക്കിത് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞ് അവിടെ വന്നിരുന്ന് ആകെ പൊളിയാക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരെ കാണാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനെ നന്നാക്കുന്നതും മോശമാക്കുന്നതും അവിടുത്തെ ആൾക്കാർ ഇൻവോൾവ്മെന്റ് ആണ്. എന്തുകൊണ്ടാണ് ഇൻഫോസിസ് ഇത്രയും ഗ്രേറ്റ് ആയിട്ട് ഇപ്പം ഇന്ത്യയിൽ വളർന്നത്? ലോകത്തിൽ പലയിടത്തും അതിൽ തുടങ്ങിയിട്ടുള്ള ഓരോ വ്യക്തികളും അവരുടെ വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള വ്യക്തിയാണ്. അതിൽ നമ്മുടെ കേരളത്തിലുള്ള ക്രിസ് ഗോപാലകൃഷ്ണൻ, നാരായണമൂർത്തി, ഇവരുടെയൊക്കെ എബിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് കൃത്യമായിട്ട് കുറേ കാലം വർക്ക് ചെയ്ത് കുറേ വ്യത്യസ്ത ഫീൽഡുകളിലുള്ള അറിവുകളൊക്കെ കൂടെ കൊണ്ടുവരാൻ പറ്റുന്നതുകൊണ്ടാണ്. അപ്പൊ അത്തരം അറിവുകൾ കൂട്ടിച്ചേർക്കാനുള്ള ഒരു കഴിവാണ് ഓണ്ടർപ്രണർക്ക് വേണ്ടത്. അപ്പൊ അറിവിനേക്കാളും കൂടുതൽ അയോഗ്യ പുരുഷോ നാസ്തി യോജക തത്ര ദുർലഭ. ഓരോരാളുടെയും കഴിവുകളെ കണ്ടുപിടിച്ചിട്ട് ഓരോ സ്ഥലത്തേക്ക് കൃത്യമായിട്ട് പോസ്റ്റ് ചെയ്യാൻ കഴിവുള്ളവരാണ് ഏറ്റവും നല്ല ബിസിനസ്സുകാർ. ആരെ കൗണ്ടറിൽ ഇരുത്തണം, ആരെ ക്ലീൻ ചെയ്യാൻ ഇരുത്തണം എന്ന് കൃത്യമായിട്ട് അയാൾക്ക് അറിയാം. ആരെ കുക്കാക്കിയിട്ട് ഇരുത്തണം എന്ന് കൃത്യമായിട്ട് അറിയാത്തവരാണ് ഹോട്ടൽ നടത്തിയാൽ എന്താവും. അപ്പൊ എന്താണ് ഹോട്ടലിൽ നടക്കേണ്ടത് എന്നുള്ള ഒരു ചാർട്ട് അയാളുടെ മനസ്സിലുണ്ട്. അതാണ് വിഷൻ. അത് കഴിഞ്ഞ് മിഷനാണ്. ആ മിഷനിൽ ഓരോരാളെയും എവിടെയൊക്കെ കൊണ്ടിരുത്തണം എന്ന് കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞാലേ പിന്നെ സംഭവം കൃത്യമായിട്ടും. അതുകൊണ്ടാണ് ഒരു ബിസിനസ്സിൽ രക്ഷപ്പെട്ടിട്ടുള്ള ഒരാൾ
പല വ്യത്യസ്തമായ ബിസിനസ്സുകൾ നടക്കുമ്പോഴും ഒരേപോലെ രക്ഷപ്പെടുന്നത്. സാധാരണ നമ്മൾ മാനേജ്മെന്റ് തിയറിയിൽ പറയാറുണ്ട്, നിങ്ങൾ യു റീച്ച് ദ പീക്ക് ഓഫ് സം ബിസിനസ് യു ഷുഡ് ട്രൈ ഡൈവേർഷൻസ്. അതേ ബിസിനസ്സിൽ കുറെ കാലം നിലനിൽക്കാൻ പറ്റില്ല. പക്ഷെ 10-30 ബിസിനസ് പൊട്ടിയിട്ട് പിന്നെ 31ാമത്തെ ബിസിനസ് വിജയിച്ച ആൾക്കാരും ഉണ്ട്. അതങ്ങനെ ചാവാൻ പോകുന്നത് വരെ ഓൺട്രപ്രനർ ആയിട്ട് ചത്തുപോയിട്ടുള്ള ആൾക്കാരുണ്ട്. തുടങ്ങി മാത്രം ജീവിക്കുന്ന കുറെ ആൾക്കാർ, നമ്മൾ അവരൊന്നും വലിയ സക്സസ്ഫുൾ ആണെന്ന് നമ്മൾ പറയാറില്ല. ഇതൊക്കെ അത്യാവശ്യമാണ്. കാരണം നമ്മുടെ ഇന്നോവേഷൻ, ഇൻക്യുബേഷൻ എന്നൊക്കെ പറയുന്ന കുറെ സെന്ററുകൾ, നമ്മൾ ഏറ്റവും നല്ല ഇന്നോവേഷൻ അത്യാവശ്യമായിട്ട് വേണ്ടത് പുതിയതായിട്ട് എനിക്കെന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറയുക. ആ അറിവ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിട്ട് കാര്യമില്ല, അത് എത്രത്തോളം പ്രാബല്യത്തിൽ വരുത്താൻ പറ്റുമെന്നും കൂടി അറിയണം. പലർക്കും ഐഡിയാസ് ഉണ്ട്, ഐഡിയാസ് ഉണ്ടായിട്ട് എന്താ കാര്യം? ഉദ്യമം എല്ലാവരുടെ കയ്യിലുണ്ട്, പ്ലാനിങ് നല്ല പോലെ ഉണ്ട്, പക്ഷെ സാഹസമാണ് ഈ ബിസിനസ് എന്ന് പറയുന്നത്. അത് അതിസാഹസമാണ് പലപ്പോഴും. അപ്പൊ അതിനുള്ള ബാക്ക്ഗ്രൗണ്ട് വർക്ക് ചെയ്യാതെ ചാടുമ്പോഴാണ് ഈ പൊളിഞ്ഞു പോകുന്നത്. അപ്പൊ എവിടെ നമുക്കിപ്പം നല്ലൊരു മാർക്കറ്റിംഗ് സാധനം ഉണ്ട് എന്റെ കയ്യിൽ, പക്ഷെ എവിടെ മാർക്കറ്റ് ചെയ്യണം എന്ന് അറിയാതെ അതറിഞ്ഞില്ലെങ്കിൽ പൊളിഞ്ഞു പോകും. പിന്നെ നമ്മുടെ കൂട്ടുകെട്ട് ഏറ്റവും അത്യാവശ്യമായിട്ട് അറിയാനുള്ളത്. പണ്ട് ഒരു കഥ പറയാറുണ്ട്, ഈ മാർവാടികളുടെ കഥ പറയും. മകൻ വിളിച്ചിട്ട് പറയും, എനിക്ക് ബിസിനസ് തുടങ്ങണം. ശരി, തുടങ്ങാൻ പറയും. നീ ഓട്ടം പുറത്ത് കയറാൻ പറയും, കയറിയിട്ട് ചാടാൻ പറയും. ഞാൻ പിടിച്ചോളാം, തന്നെ ഉറപ്പായിട്ടും പിടിക്കും, ചാടിക്കോളാൻ പറയും. അപ്പൊ ചാടുമ്പോൾ ഇയാൾ പിടിക്കാതെ, അപ്പൊ പിടിക്കാതിരിക്കുമ്പോ താഴെ വിട്ട് അച്ഛൻ പിടിക്കാൻ തുടങ്ങും. ഇതാണ് ആദ്യം അറിയേണ്ടത്, ഒരാളെ വിശ്വസിക്കരുത്. വിശ്വസിച്ചു തനിക്ക് ഇപ്പൊ ആയിട്ടില്ല, പ്രായമായിട്ടില്ല, ബിസിനസ് എന്ന് പറയും. അപ്പൊ നമ്മൾ ഒരാളെ ഇയാള് കാശ് തരും എന്ന് വിചാരിച്ചിട്ടൊരു പ്രോജക്റ്റ് തുടങ്ങിയാല് കിട്ടില്ല കാശ്. ആ സമയത്ത് ചിലപ്പോൾ കിട്ടില്ലെങ്കിൽ ഇതില്ലാത്തവരാണ് സ്ഥിരമായിട്ട് നമ്മളെ പോലെ എംപ്ലോയി ആയിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്കില്ലാത്ത എന്താ വെച്ചാൽ ധൈര്യമാണ്. ആ ധൈര്യം എന്ന് പറയുന്നത് ബിസിനസ് മെന്റാലിറ്റിയാണ്. ആ മെന്റാലിറ്റി എന്ന് പറയുന്നത് കാശ് ഉണ്ടാക്കാനുള്ള കഴിവും അറിവും ഉള്ളവര് കാശ് ഉണ്ടാക്കണമെന്നുള്ള മോഹവും ഉണ്ടാവുമ്പോഴേ ബിസിനസ് തുടങ്ങാം. ബിസിനസ് എന്ന് പറയുന്നത് സോഷ്യൽ സർവീസ് അല്ല. അപ്പൊ എനിക്ക് കാശ് ഉണ്ടാക്കാൻ അറിവുണ്ടായാലേ ബിസിനസ് തുടങ്ങാവും. അത് തുടങ്ങാത്തിടത്തോളം കാലം എനിക്ക് കാശിനോട് മോഹമൊന്നുമില്ല, എനിക്ക് ബിസിനസ് നടത്തുന്നത് ഒരിക്കലും അയാൾ നല്ല ബിസിനസ് ആണ്. അപ്പൊ ബിസിനസ് ഈസ് മണി മേക്കിംഗ്. ഓക്കെ, അത് അത്യാവശ്യമായിട്ട് നമ്മൾ അറിയാം. നമ്മുടെ കൂടെ ഉള്ളത് ഇവിടെ വളരെ സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ബിസിനസ്സുകാരനാണ്. നമുക്ക് അറിയുന്ന എന്തൊക്കെയാണ് ഇപ്പൊ ഒരു ഓൺടർപ്രണർ, ഒരു ക്ലാസ് എടുക്കാനാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനാണെന്ന് വന്ന് വരുവാണെങ്കിൽ എന്തായിരിക്കും ആദ്യം പറഞ്ഞു കൊടുക്കുന്ന ഒരു കാര്യം? അതായത് നമ്മൾ ചെറുപ്പം മുതല് നമ്മൾ ഓരോരുത്തരുടെ കഴിവുകൾ നമ്മൾ തന്നെ അസസ് ചെയ്ത് അതിന് സപ്പോർട്ടീവായ ഒരു വിദ്യാഭ്യാസം കിട്ടുന്നതിന് കുഴപ്പമില്ല. നമ്മളെ സംബന്ധിച്ച് ചില ആൾക്കാർ ചിലപ്പോൾ പേരൻസ് പറയും, ഇന്ന ആള് നിങ്ങളുടെ അല്ല എന്റെ മകൻ എഞ്ചിനീയർ ആകണം, അല്ലെ എന്റെ മകൻ ഡോക്ടർ ആകണം എന്ന് തന്നെ പ്രസ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. ചിലപ്പോൾ അവരുടെ കഴിവ് വേറൊരു മേഖലയിലായിരിക്കും. അതേസമയം ഒരാൾ ബിസിനസ്സിലാണ് അവരുടെ താല്പര്യമെങ്കിൽ അതിൽ തന്നെ അവരെ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രാഥമികമായ ഒരു കാര്യം. അപ്പൊ നമുക്കറിയാം, തോമസ് ആൽവ എഡിസൺ ഒരിക്കലും ഒരു സയന്റിസ്റ്റ് ആയി ലോകത്തെ ഏറ്റവും കൂടുതൽ കണ്ടുപിടുത്തം നടത്തിയ ആളാണ്. അദ്ദേഹം പൂർണ്ണമായ ഒരു സയന്റിസ്റ്റ് ആയിട്ട് ഇങ്ങനെ ഡിഗ്രി, PG അല്ലെങ്കിൽ ഡോക്ടറേറ്റ് എടുത്ത ആളൊന്നുമല്ല. അപ്പൊ അതൊന്നുമല്ല അതിന്റെ അടിസ്ഥാനം. നമ്മളുടെ ആ ചെറുപ്പത്തിൽ നമ്മൾ എന്താണോ നമ്മുടെ ടേസ്റ്റ് അതനുസരിച്ചിട്ട് പോവുക എന്നുള്ളതാണ്. ഇപ്പൊ ബിസിനസ് എന്ന് പറയുന്നത് വലിയ ചലഞ്ചസ് ഉള്ള ഒരു മേഖലയൊക്കെ തന്നെയാണ്. പക്ഷെ ഇതിന്റെ അത് ഏതാണ് തിരിച്ചറിയാതെ. ഇപ്പൊ എനിക്കൊരു സുഹൃത്തുണ്ട്, അദ്ദേഹത്തിന്റെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം നമ്മുടെ നാട്ടിൽ ഒരുപാട് ബിസിനസ്സുകൾ നടത്തി എല്ലാം പരാജയപ്പെട്ടിട്ട് അവസാനം അദ്ദേഹം വലിയ സാമ്പത്തിക പ്രശ്നത്തിലായിട്ട് ഇവിടെ നാട് വിട്ടു. അദ്ദേഹം ശ്രീലങ്കയിൽ പോയി നിന്ന് കഴിഞ്ഞ് കുറെ ദിവസങ്ങൾ കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് മനസ്സിലായി അവിടെ ഒരുപാട് പേര് ഈ ബിസിനസ് ഒക്കെ തകർന്നിരിക്കുന്ന ആൾക്കാരുണ്ട്. പുള്ളി ഒരു ദിവസം ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് വിട്ടിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് എങ്ങനെ ഒരു സംരംഭകനാകാം, ഞാൻ ക്ലാസ് എടുക്കാം. അങ്ങനെ അദ്ദേഹം അവിടെ വലിയ ഹിറ്റായി അവിടെ. അപ്പൊ അദ്ദേഹം ഒരുപാട് ബിസിനസ് പരാജയപ്പെട്ട ഒരു വ്യക്തി എന്നല്ലേ അദ്ദേഹം ഇവിടുന്ന് പോയി ശ്രീലങ്കയിൽ ചെന്ന് കഴിഞ്ഞാൽ അദ്ദേഹം നൂറുകണക്കിന് ആൾക്കാർക്കാണ് അവിടെ ക്ലാസ് എടുക്കുന്നത്. പുള്ളി പറഞ്ഞാൽ ഞാൻ അതുകൊണ്ട് സക്സസ് ആയി. കാരണം എല്ലാവരും നല്ല ഫീസ് കൊടുക്കാറാണെങ്കിൽ അദ്ദേഹത്തിന്. കാരണം ഒരു ബിസിനസ് എങ്ങനെ വിജയിപ്പിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ബിസിനസിന്റെ കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് പലർക്കും പല കഴിവാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് ഞാനൊരു ബിസിനസ് ചെയ്യുന്നെങ്കിൽ എനിക്ക് നാളെ എനിക്കൊരു ചാർട്ടേഡ് അക്കൗണ്ടിൽ ജോലി ചെയ്യാൻ പറ്റത്തില്ല, അല്ലെങ്കിൽ ഒരു ലോയർ ആകാൻ പറ്റത്തില്ല. കാരണം അതിനൊക്കെ ആ കഴിവുള്ളവർ ആ മേഖലയിൽ വർക്ക് ചെയ്യും. അപ്പൊ ഈ ആൾക്കാരെ എല്ലാം ഒരുമിച്ച് കൊണ്ടുവന്ന് ലോയർ ആയാലും ചാർട്ടേഡ് അക്കൗണ്ടന്റ് ആയാലും മാർക്കറ്റിംഗ് പെർസ്പെക്റ്റീവ് ആയിട്ടുള്ള സെയിൽസിലുള്ള ആൾക്കാർ. പിന്നെ മാറ്റങ്ങൾ നമ്മൾ എപ്പോഴും തിരിച്ചറിയണം. നമുക്കൊരു 20 വർഷം മുമ്പ് അല്ലെങ്കിൽ 30 വർഷം മുമ്പ് ഉണ്ടായിരുന്ന ഒരു ബിസിനസ് അല്ല ഇന്നത്തെ ബിസിനസ് എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇന്ത്യയിൽ വന്ന സാഹചര്യം, ഇപ്പോൾ ഗ്ലോബലൈസേഷൻ വന്ന് ഇന്ത്യയിൽ ഒരുപാട് ചേഞ്ചസ് വന്നു. ഒരു 30 വർഷം അല്ലെങ്കിൽ 25 വർഷം മുമ്പ് നമുക്കൊരു വാഹനം ബുക്ക് ചെയ്യാം. അതായത് അന്നത്തെ കാലത്ത് ഒരു അംബാസഡർ അല്ലെങ്കിൽ മാരുതി അങ്ങനത്തെ കാറുകളൊക്കെ ഉള്ളൂ. അപ്പോൾ അത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മളൊരു ഇതിന്റെ ഒരു ഡീലറിന്റെ അടുത്ത് പോയി നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവർ പറയും, നിങ്ങളൊരു കാര്യം ചെയ്യും, പേയ്മെന്റ് ഒക്കെ തന്നോളൂ, 2 വർഷം കഴിഞ്ഞ് വന്നോളൂ, 1 വർഷം കഴിഞ്ഞ് നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കണ്ട, വണ്ടി വരുമ്പോൾ ഞങ്ങൾ അങ്ങോട്ട് വിളിക്കാമെന്ന് പറയും. ഇന്നിപ്പോൾ സാഹചര്യം മാറി.
അന്ന് സെയിൽസ് മാത്രമേ ഉള്ളൂ. ഇന്നത് മാർക്കറ്റിംഗിലേക്ക് മാറി. കാരണം ഇന്ന് 100 കണക്കിന് കാറുകളാണ് നമ്മുടെ രാജ്യത്ത് നിന്ന് ലഭിക്കുന്നത്. അപ്പൊ നമുക്ക് ഇന്നൊരു കാറ് വേണമെന്ന് വിചാരിച്ചാൽ നമ്മൾ ഇവിടെ ഇരുന്ന് സംസാരിച്ചാൽ മതി. നമ്മളെ അന്വേഷിച്ച് കാറിന്റെ ആൾക്കാർ ഇവിടെ വരും. നിങ്ങൾക്ക് ഇന്ന് കാറ് തരണമെന്ന് പറഞ്ഞാൽ ഇന്ന് തരും. അപ്പൊ അതിന്റെ കാര്യം എന്ന് വെച്ചാൽ നമ്മൾ എന്ത് നല്ല പ്രൊഡക്റ്റ് ആയാലും നമ്മൾ ഇന്ന് മാർക്കറ്റ് ചെയ്താൽ മാത്രമേ സക്സസ് ആവൂ. നേരത്തെ സെയിൽസ് ചെയ്താൽ മതിയായിരുന്നു. കാരണം ഡിമാൻഡ് ഉണ്ട്. പണ്ട് ഒരു 25 വർഷം മുമ്പ് നമുക്കൊരു ടെലിഫോൺ കണക്ഷൻ എടുക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അതിന്റെ പുറകെ നടക്കണം. ആദ്യമായിട്ട് അവിടെ കൊണ്ടുപോയി ആപ്ലിക്കേഷൻ കൊടുക്കണം. പിന്നെ ഇത് എത്രയോ വർഷം കഴിഞ്ഞിട്ടാണ് ഒരു ടെലിഫോൺ കണക്ഷൻ കിട്ടുന്നത്. കണക്ഷൻ കിട്ടിയാൽ പോലും ലൈൻമാനെ വരെ നമ്മൾ പ്രീതിപ്പെടുത്തിയാൽ നമ്മുടെ വീട്ടിൽ വന്നൊരു ടെലിഫോൺ കണക്ട് ചെയ്ത് തരുള്ളൂ. ഇന്ന് അങ്ങനെയല്ലേ. ഇന്ന് നമുക്ക് ഇവിടെ ഇരുന്ന് നമുക്ക് ഒരു സെക്കൻഡിനുള്ളിൽ ഇത് എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെയൊക്കെ കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ലോകം മാറിയ ഗ്ലോബലൈസേഷൻ വന്നു. എല്ലാ സാധനങ്ങളും ലഭ്യത വന്നു. ലഭ്യത വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഇന്ന് മാർക്കറ്റിംഗിലാണ് നമ്മൾ ഇന്നത് ബിസിനസ് സക്സസ് ആകുന്നത്. എത്ര നല്ല പ്രൊഡക്റ്റ് ലോകത്ത് ഇറക്കിയത് കൊണ്ടും കാര്യമില്ല. അത് നന്നായി പ്ലേസ് ചെയ്ത് നന്നായി മാർക്കറ്റ് ചെയ്താൽ മാത്രമേ ഇന്ന് ഒരു ബിസിനസ് സക്സസ് ആക്കാൻ പറ്റത്തുള്ളൂ. കാരണം പ്രൊഡക്റ്റ് നല്ലതായിരിക്കാം. നമ്മൾ ഏത് നല്ല പ്രൊഡക്റ്റ് നമുക്ക് മാർക്കറ്റിൽ ഇറക്കി എന്ന് വിചാരിച്ചിട്ട് അപ്പൊ എത്രയോ നല്ല പ്രൊഡക്റ്റുകൾ നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് പരാജയപ്പെടുന്നു. എന്നാൽ ഒട്ടും കോമ്പറ്റീറ്റീവ് അല്ലാത്ത പല പ്രൊഡക്റ്റുകളും നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്ത് അല്ലെങ്കിൽ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്ത് അത് വിൽക്കുമ്പം അത് എത്രയോ ആൾക്കാർ വാങ്ങുന്നു. കാരണം അവർക്ക് പരാതിയില്ല. കാരണം അത് നല്ല ബ്രാൻഡിന്റെയാണ്. അല്ലെങ്കിൽ ഒരു ബ്രാൻഡിന്റെ വിശ്വാസ്യത എന്ന് പറയുന്നത് ഒരു ബിസിനസിനെ സംബന്ധിച്ച് വലിയൊരു ഘടകമാണ്. കാരണം വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ആ ബ്രാൻഡ് ഇപ്പം സാറ് പറഞ്ഞ പോലെ അത് ഒരു ബിസിനസ്സിൽ നിന്ന് പലതിലേക്ക് ചേഞ്ച് ചെയ്ത് ഒരു കോർപ്പറേറ്റ് ആയി മാറുന്നതൊക്കെ അങ്ങനെയാണ്. നമുക്ക് ടാറ്റ തന്നെയാണ് നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ച് ഏറ്റവും വലിയ ഉദാഹരണം. ടാറ്റയുടെ ഒരു ബ്രാൻഡ് ഉണ്ടെങ്കിൽ നമുക്ക് 100% വിശ്വാസമാണ് ആ സാധനം നമുക്ക് വാങ്ങാം. കാരണം ടാറ്റ ആണല്ലോ എന്ന് പറയും. ഇപ്പൊ നമുക്ക് ഇവിടെ വലിയൊരു ഉദാഹരണമാണ് സ്റ്റുഡിയോ എന്ന് പറയുന്നത്. സ്റ്റുഡിയോ എന്ന് പറയുന്നത് അദ്ദേഹത്തിന്റെ അമ്മയ്ക്ക് ഉണ്ടായിരുന്ന ഒരു ഷെയർ, ഒരു കമ്പനിയുടെ ഷെയർ വിറ്റിട്ട് മകന്, അതായത് രത്തൻ ടാറ്റേനെ ഏൽപ്പിച്ചതാണ്. നിങ്ങൾ ഒരു കാര്യം ചെയ്യും, ഇതിൽ നിന്ന് നല്ല ആൾക്കാർക്ക് ഉപകാരപ്പെടുന്ന ലാഭകരവുമായ, അതായത് മനുഷ്യന് ഉപകാരപ്പെടണം എങ്കിൽ ലാഭം ഉണ്ടാവുകയും ചെയ്യണം, എങ്ങനെയുള്ളൊരു ബിസിനസ് ചെയ്യണമെന്ന് പറഞ്ഞ് ഏൽപ്പിച്ച് തുകയില്ലതാണ് അതായത് സ്റ്റുഡിയോ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ടാകുന്നത്. അപ്പൊ അത് നമുക്കറിയാം 1000 രൂപയിൽ താഴെ ഇത്രയും മനോഹരമായ വസ്ത്രങ്ങൾ കിട്ടും. ഭയങ്കര ട്രെൻഡിങ് ആയി. ചെറുപ്പക്കാരുടെ ഇടയ്ക്ക് അതുപോലെ ട്രെൻഡിങ് ആയി. ഈ ട്രെൻഡിങ് ആയതിന് കാരണം എന്താണ്? അവർ 1 രൂപയുടെ പരസ്യം ചെയ്യില്ല. സ്റ്റുഡിയോ എവിടെയും നിങ്ങൾക്ക് പരസ്യം ചെയ്ത് കാണുന്നില്ല. അത് ഒരു പുതിയൊരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. അതായത് പരമാവധി വില കുറച്ച് ആൾക്കാരിൽ ടാറ്റയുടെ ആ ബ്രാൻഡിന്റെ വിശ്വാസ്യതയും കൂടെ കൂട്ടി വെച്ച് കഴിഞ്ഞപ്പോൾ 200 രൂപയ്ക്കും 300 രൂപയ്ക്കും ആൾക്കാർ ക്യൂ നിന്ന് വാങ്ങാൻ കഴിയും. 5000 രൂപ കൊടുത്ത് വാങ്ങുന്ന ഒരു ഡ്രസ്സ് ഇവരെ സംബന്ധിച്ച് ഇവര് 1000 രൂപ ഉണ്ടെങ്കിൽ അത് കൂട്ടി 10 ഡ്രസ്സ് വാങ്ങാം. അപ്പൊ അതനുസരിച്ച് എപ്പോഴത്തെ ചെറുപ്പക്കാരുടെ ട്രെൻഡ് അതിലേക്ക് മാറി. അപ്പൊ നമുക്ക് കേരളത്തിലല്ല ഇന്ത്യയിൽ എവിടെ പോയാലും ചെറിയ ചെറിയ സ്റ്റോറുകളിൽ ഈ സ്റ്റുഡിയോ കാണാൻ പറ്റും. അപ്പൊ അത് നമ്മളുടെ മാർക്കറ്റിനെ അറിഞ്ഞ് അത് അത് ആ മാർക്കറ്റിന്റെ ആവശ്യകതയെ അറിഞ്ഞ് എത്രമാത്രം തന്ത്രപരമായി അത് ഉപയോഗിക്കാൻ പറ്റുമെന്ന രീതിയിലാണ് ടാറ്റ അത് ഉപയോഗിച്ചത്. അപ്പൊ അതുപോലെ നമ്മൾ പുതിയ ആശയങ്ങൾ കൊണ്ടുവരിക. നമ്മുടെ മാർക്കറ്റിൽ എന്താണ് ഇപ്പോഴത്തെ നിലവിൽ നമ്മുടെ മാർക്കറ്റിന്റെ നീഡ് എന്താണ്, അതിൽ നമ്മളുടെ ഒരു പ്രൊഡക്റ്റിന്റെ വ്യത്യസ്തത എന്താണ്. സാധാരണ പ്രൊഡക്റ്റ് വിൽക്കുന്ന പോലെ ആയിരിക്കില്ല, അല്ലെങ്കിൽ ഒരുപാട് പേര് വിൽക്കും. പിന്നെ ഏറ്റവും കൂടുതൽ ആൾക്കാർ ബിസിനസ്സിൽ പരാജയപ്പെടുന്ന ഞാൻ എപ്പോഴും ശ്രദ്ധിക്കപ്പെടുന്ന ഒരു കാര്യമുണ്ട്. കാരണം എനിക്കൊരു ബിസിനസ് ചെയ്യണം, എല്ലാവരും ബിസിനസ് ചെയ്യുന്നുണ്ട്, ബിസിനസ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ബിസിനസ് ഇപ്പോൾ നല്ല ബൂമാണ്, അതുകൊണ്ട് ഞാൻ ഈ ബിസിനസ്സിൽ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷെ അവരെ സംബന്ധിച്ച് അതിന്റെ ബേസ് ഒന്നും അറിഞ്ഞിട്ടുണ്ടാവില്ല. കാരണം അവർ ആ ബിസിനസ്സിനെ ആകെ അറിയാവുന്ന ചിന്താഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബിസിനസ് കുറെ ആൾക്കാർ ചെയ്ത് ലാഭം ഉണ്ടാക്കി. അതുകൊണ്ട് ഇപ്പൊ ഞങ്ങളുടെയൊക്കെ നാട്ടിൽ പറയാറുണ്ട്, റബ്ബറിന് കൃഷിക്കാരൊക്കെയാണ് ബേസിക്കായിട്ട് റബ്ബറിന് വില കൂടി കഴിഞ്ഞാൽ നാട്ടിലുള്ള എല്ലാ കൃഷിയും നശിപ്പിച്ച് നേരെ റബ്ബർ പോകും. ഇല്ലെങ്കിൽ അത് കഴിയുമ്പോഴത്തേക്കാണ് പറയുന്നത് വാനിലേക്ക് വില കൂടി, ഉടനെ റബ്ബറെല്ലാം മുറിച്ച് വാനില കൃഷി ആരംഭിച്ചു. അപ്പോൾ അത് ഓവർ പ്രൊഡക്ഷനായി വാനില മാറി കഴിയുമ്പോഴത്തേക്ക് അടുത്ത കൃഷി. ഇപ്പൊ ഈ ഒരു ട്രെൻഡാണ് നമ്മുടെ കേരളത്തിൽ ഭൂരിഭാഗവും കാണുന്നത്. ഏതെങ്കിലും ഒരു ബിസിനസ് ഇപ്പം ഒരു കാലത്ത് നമ്മൾ കോവിഡ് കാലത്ത് വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഓൺലൈൻ ട്യൂഷൻ ആരംഭിച്ചു. അപ്പൊ അത് നമുക്കറിയാം, വലിയൊരു ബ്രാൻഡ് ഇവിടെ വന്നു ഓൺലൈൻ ട്യൂഷന്. അത് കഴിഞ്ഞപ്പോൾ തുടരെ കാണുന്നവരെല്ലാം ഓൺലൈൻ ട്യൂഷനിലേക്ക് ഇറങ്ങി. അവസാനം ഈ ആദ്യം വലിയ ബ്രാൻഡും ഉണ്ടായില്ല, അത് കഴിഞ്ഞ് ചെറിയ ചെറിയ ബ്രാൻഡുകൾ ഓൺലൈനിൽ വന്നവരാരുമില്ല, പെട്ടെന്ന് എല്ലാവരും എക്സിറ്റ് ആയി പോകേണ്ടി വന്നു. അപ്പോൾ അത് നമ്മളെ മാർക്കറ്റിനെ അറിഞ്ഞും അത് പുതിയ നവീനമായ രീതിയിലും എങ്ങനെ മാർക്കറ്റ് ചെയ്യാന്നുള്ളതാണ്.
എല്ലാവരും ഓടുന്നതിന് പുറകെ നമ്മൾ ഓടിയിട്ട് കാര്യമില്ല. നമ്മൾ ചെയ്യുന്നത് നമ്മൾ വ്യത്യസ്തതയുള്ള സാധനമാണ്. അല്ലെങ്കിൽ ആരെങ്കിലും ഒരാൾ അല്ലെങ്കിൽ 2 3 പേര് ഒരു ബിസിനസ് നടത്തി അത് വിജയിപ്പിച്ച് കഴിയുമ്പോൾ ആ ബിസിനസ് നല്ലതാണ്, അവർക്ക് ഒരുപാട് ലാഭം കിട്ടുന്നുണ്ടെന്ന് പറഞ്ഞ് അതിന്റെ പുറകെ പോകുന്നതിന്റെ അർത്ഥമില്ല. കാരണം അവർ ചിലപ്പോൾ 10 20 25 30 വർഷം കഷ്ടപ്പെട്ട്, അല്ലെങ്കിൽ സാറ് പറഞ്ഞ പോലെ 10 20 ബിസിനസ് പരാജയപ്പെട്ടതിന് ശേഷം ഇത് സക്സസ് ആക്കി വർഷങ്ങളുടെ അധ്വാനം കൊണ്ടായത് വളർന്നു വന്നു കഴിയുമ്പോഴാണ് അതിൽ ലാഭം കാണുന്നത്. കാരണം അവരുടെ പഴയ ചരിത്രം പരിശോധിച്ചാൽ അവർ 5 10 വർഷം പട്ടിണിയായിരിക്കാം, അല്ലെങ്കിൽ അവർക്ക് ₹1 വരുമാനം ഇല്ലാതെ കഷ്ടപ്പെട്ട് വളർന്നു വന്നായിരിക്കും. അവർ ഒരു ദിവസം കൊണ്ടല്ല ആ ഒരു ബിസിനസ് സക്സസ് ആകുന്നത്. അത് കണ്ടിട്ട് നമ്മൾ അതിന്റെ പുറകെ ഓടിയതോടെ കാര്യമില്ല. എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മളെ ബിസിനസ്സിൽ വ്യത്യസ്തമായ ഒരു കാഴ്ചപ്പാടുണ്ടാക്കുക, അതിനെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. സെയിൽസ് എന്ന് പറയുന്ന വേർഡ് തന്നെ ഇപ്പൊ നമുക്ക് ഇല്ലാതായി. കാരണം സെയിൽസ് എല്ലാവരും സെയിൽസ് ചെയ്യാനായിരിക്കും. അപ്പം പുതിയ രീതിയിൽ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം, ഏത് പ്രൊഡക്റ്റും പുതിയ രീതിയിൽ പഴയ വീഞ്ഞ് പുതിയ തോൽക്കടത്തിൽ എങ്ങനെ വെക്കാൻ പറ്റും എന്നുള്ളതാണ് നമ്മുടെ എല്ലാം മുന്നിലുള്ള ഏറ്റവും വലിയ ചാലഞ്ച്. ഇപ്പൊ റെന്യു പറഞ്ഞ പോലെ ഒന്ന് മാർക്കറ്റിന്റെ ഒരു നീഡ് മനസ്സിലാക്കുക. അത് അതായത് എന്താണോ നമുക്കിപ്പോ ആവശ്യമുള്ള ആ ഒരു പ്രൊഡക്റ്റ് കൊണ്ടുവരിക, അത് മാർക്കറ്റ് ചെയ്യുക, സർവീസ് ചെയ്യുക എന്നുള്ളതാണ് ടു ബി പ്രിസൈസ് അല്ലേ ചെയ്യേണ്ടത്. പിന്നെ നമുക്ക് അറിയാവുന്ന ബിസിനസ് ചെയ്യുക. ദിസ് വീഡിയോ ഇസ് പവർഡ് ബൈ മെഡിമിക്സ്.